നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങിപ്പോയതോടുകൂടി തലസ്ഥാനത്തെ ഭരണസ്തംഭനം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അധിക നാൾ മുഖ്യമന്ത്രി പദം ഒഴിച്ചിടാൻ പാടില്ല എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ പോലും ഉണ്ടായിരുന്നു. കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത് ദില്ലിയിലെ BJP നേതൃത്വം തന്നെയായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ശക്തമാക്കാൻ തന്നെയാണ് നിലവിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. തിഹാർ ജയിലിൽ ഇരുന്ന് ദില്ലി ഭരിക്കാം എന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പദ്ധതി ഇത്തവണ ആം ആദ്മി പാർട്ടി പോലും അംഗീകരിക്കാൻ സാധ്യതയുമില്ല. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ കാര്യമായ എതിർപ്പുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും ദില്ലിയുടെ അടുത്ത മുഖ്യമന്ത്രി ആര്, അരവിന്ദ് കെജ്രിവാളിന് പകരക്കാരി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ ചില അഭ്യൂഹങ്ങൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ, ദില്ലി മന്ത്രിസഭയിലെ മന്ത്രിയായ അതിഷി മർലേന തുടങ്ങിയവരുടെ പേരുകൾ തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങളായി കെജ്രിവാൾ എന്ന വ്യക്തിയിൽ ഒതുങ്ങിയ പാർട്ടിക്ക് രണ്ടാമനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം കൂടിയാണ്. കെജ്രിവാൾ ED കസ്റ്റഡിയിൽ ആയതിനു പിന്നാലെ കെജ്രിവാളിന്റെ വാക്കായി മാറിയ സുനിത കെജ്രിവാളിന് തന്നെയാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. നമുക്കറിയാം, ഇതിനു മുൻപ് ഇത്തരം ഉദാഹരണങ്ങൾ രാജ്യം കണ്ടിട്ടുണ്ട്. ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിന്റെ ഭാര്യ റാബ്രി ദേവി ആയിരുന്നു അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് സംസ്ഥാനം ഭരിച്ചിരുന്നത്. അങ്ങനെ ഒരു തന്ത്രം തന്നെ അരവിന്ദ് കെജ്രിവാളും പയറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഒരു സ്വേച്ഛാധിപതിയുടെ നിറം ഇതിനോടകം തന്നെ അരവിന്ദ് കെജ്രിവാളിന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ കയ്യിൽ നിന്നും ഭരണം പോകുന്നത് കെജ്രിവാളിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഭാര്യയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സേഫായി കെജ്രിവാളിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പാർട്ടി തന്നെ കൈപ്പിടിയിലാണ് എന്നുള്ള വിശ്വാസത്തോടെ തിഹാർ ജയിലിൽ കഴിയാനും സാധിക്കും. പലപ്പോഴും ഈ ആം ആദ്മി പാർട്ടിയോടുള്ള വിയോജിപ്പുകൾ കാരണം പാർട്ടിയുടെ പടിയിറങ്ങിപ്പോയ പല നേതാക്കളും പിന്നീട് മറ്റൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്ന കാഴ്ച രാജ്യം പലവട്ടം കണ്ടിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും അത്തരത്തിലുള്ള അധികാര തർക്കങ്ങളും ആഭ്യന്തര തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുമുണ്ട്. കെജ്രിവാൾ മുന്നിൽ ഉള്ളത് കൊണ്ട് മാത്രം ഇതൊന്നും ഇതുവരെ മറനീക്കി പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ കെജ്രിവാളിന്റെ പിൻഗാമിയെ തീരുമാനിക്കുന്നതോടുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊരു സാധ്യത കൂടിയുണ്ട്. കാരണം BJPയുമായി സമവായത്തിലെത്തി പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണത്. ബദ്ധശത്രുക്കളായ കോൺഗ്രസിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൈകൊടുത്ത ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് BJPയുമായി സഹകരിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും നാഥനില്ല കളരിയായി അധിക നാൾ ഒഴിച്ചിടാൻ സാധിക്കില്ല രാജ്യ തലസ്ഥാനം എന്നുള്ളത് വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.